മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഇനി ചരിത്രം. വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം പ്രതിദിനം 298 രൂപ 8 പൈസ ആയിരുന്ന ദേശീയ ശരാശരി വേതനം PBG റാംജി പ്രകാരം പ്രതിദിനം 327 രൂപ 4 പൈസയായി വർദ്ധിപ്പിച്ചു. കേരള സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും 401 രൂപയാക്കി വർദ്ധിപ്പിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഇനി ചരിത്രം. വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. MGNREGA പ്രകാരം പ്രതിദിനം 298 രൂപ 8 പൈസയായിരുന്ന ദേശീയ ശരാശരി വേതനം PBG റാംജി പ്രകാരം പ്രതിദിനം 327 രൂപ 4 പൈസയായി വർദ്ധിച്ചു. പ്രതിദിനം ശരാശരി 28 രൂപ 6 പൈസയുടെ വർധനയാണ് ഉണ്ടാകുക. പുതുക്കിയ വേതന നിരക്കുകൾ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമടക്കം 34 ഇടങ്ങളിലും പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 വർദ്ധിക്കും. പദ്ധതി പ്രകാരം സംസ്ഥാനങ്ങളും ചെലവ് 60.40 എന്ന അനുപാതത്തിൽ വഹിക്കണം. പദ്ധതി നടപ്പാക്കാൻ കേരളം 2090.7 കോടി രൂപ കണ്ടെത്തണം. രാജ്യത്തുടനീളമുള്ള വേതന നിരക്കുകളിലെ ശരാശരി വർധനവ് 10%-ലധികമാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. കുറഞ്ഞ വേതന നിരക്കുള്ള സംസ്ഥാനങ്ങൾക്ക് ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉറപ്പാക്കിയാണ് പുതുക്കിയ വേതനഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിലവിൽ ഉയർന്ന വേതന നിരക്കുള്ള സംസ്ഥാനങ്ങളിലും വർധനവുണ്ട്. ഹരിയാനയിൽ 409 രൂപ, ഗോവയിൽ 406 രൂപ, കേരളത്തിൽ 401 രൂപ, സിക്കിമിൽ പ്രതിദിനം 450 രൂപ എന്നിങ്ങനെയാണ് കേന്ദ്രം വിജ്ഞാപനം ചെയ്ത വേതന നിരക്ക്. സംസ്ഥാന ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇടക്കാല ഫണ്ട് വിഹിതം പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.